ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഭിയാണെങ്കിലോ കുറേ ചിന്തകളോടെ ഇരിക്കുകയാണ് കേട്ടോ. വർഷയാണെങ്കിലോ രണ്ടു പേർക്കും കൂടി ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഭിക്കും അതുപോലെ തന്നെ ശിവയ്ക്കും കൂടെ. അതിനുശേഷം തന്നെ അവർ പരസ്പരമൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. വിവേകും അതുപോലെ തന്നെ ആർച്ചയൊക്കെ എന്നിൽ നിന്ന് ഓരോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വിവേകാണെങ്കിൽ എന്നെ ഭാര്യയായിട്ട് കിട്ടണം എന്നുള്ളതിൽ, ആർച്ചയാണെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനം എനിക്ക് കിട്ടണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മൂന്ന് പേരും എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇത്ര നിഷ്കളങ്കമായ പ്രണയമാണ് നിങ്ങൾക്ക് എന്നോട് എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വർഷ. ഇങ്ങനെ കേൾക്കുന്ന അബിക്ക് അത് ഭയങ്കര വിഷമാക്കുന്നുണ്ട്. ഇവൾ എന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്, പക്ഷേ ഞാൻ ഇവളെ ചതിക്കുകയാണല്ലോ എന്ന രീതിയിൽ കേട്ടോ വിഷമത്തോടു കൂടി നിൽക്കുവാണ്. എന്തായാലും ഇത്രയും നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി, നമുക്കൊരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നാറ്. നമ്മൾ മൂന്ന് പേര് ഇനി ഒളിച്ചു വെക്കാത്ത രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഷെയർ ചെയ്യാണ്. അത്ര തന്നെ നമ്മൾ തമ്മിൽ അടുപ്പായി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഒന്നുകൂടി വിഷമാവുന്നുണ്ട്. അങ്ങനെ ആ ഫുഡ് അവിടെ വെച്ചിട്ട് പോവുകയാണ്, എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നീട് ശ്രീയാണെങ്കിലോ അപ്പയെ വിളിക്കുന്നുണ്ട്. എനിക്ക് തന്നെ വന്ന് എത്രയും പെട്ടെന്ന് കാണണം എന്നും പറയുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാണണം, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ വർഷയെക്കുറിച്ച്, പെട്ടെന്ന് എനിക്ക് അബിയെ കാണണം എന്ന് പറയുന്നു. കാണാം ശ്രീ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു ദേവിയുടെ ഫോട്ടോത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അബി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണോ എനിക്കറിയില്ല, പക്ഷേ ശ്രീ എന്നെ കയ്യിൽ വിട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അവനെ എനിക്ക് തന്നെ വേണം, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ന് തമാശയ്ക്കാണ് പ്രാർത്ഥിക്കാറ്, പക്ഷേ ഇത് സീരിയസ് ആയിട്ടാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് ശിവ അങ്ങോട്ട് വരുന്നുണ്ട്. നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് ദേവിയുടെ രൂപത്തിൽ തന്നെ പറയുന്നു. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? എല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ടാവും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും എന്നെ കളിയാക്കുകയാണോ ചെയ്യുന്നത്? അയ്യോ, ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതാടോ എന്ന് പറയുന്നു. അപ്പോൾ അബിക്ക് നല്ല സങ്കടമാകുന്നുണ്ട് കേട്ടോ. താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞുവിടെ, തനിക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വർഷ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, തൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി മുതൽ തനിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയുമ്പോൾ ആ ഒരു അഭി അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാരണം അവൾക്ക് അത്രമാത്രം വിഷമാവുന്നുണ്ട്. ഒരു പക്ഷേ തന്നോട് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് മാപ്പ് പറയുക തന്നെയാണ് അഭി ചെയ്യുന്നത് കേട്ടോ. എന്ത് പറ്റി അഭി എന്ന് ചോദിച്ച് എല്ലാവരും വിഷമത്തിലാക്കുന്നുണ്ട്. തൻ്റെ സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടെ, എന്തിനാ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അഭിക്കൊന്നും പറയാനില്ല. അങ്ങനെ വീണ്ടും കരയുകയാണ് കേട്ടോ. അപ്പോൾ ശിവ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിനാണോ താനിങ്ങനെ വിഷമിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ, അതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്തായാലും നമുക്കതിനെക്കുറിച്ചൊരു പരിഹാരം ഉണ്ടാക്കാമെന്നും പറയുന്നു. പിന്നീടാണെങ്കിലോ ശ്രീയെ കാണാനായിട്ട് അഭി വരുന്നുണ്ട്. അഭി വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് വർഷയെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം, ഞാൻ പറഞ്ഞതാണല്ലോ വക്കീലിനോട്, എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് അഭിയാണെങ്കിലോ ഞാൻ പറഞ്ഞതല്ലേ ശ്രീ, അവളെ ഇനി കാണണ്ട, വിവേകുമായിട്ട് നല്ല റിലേഷനിലാണ് അവൾ നടക്കുന്നത്. അപ്പോഴത്തേനും അഭി ഇനി അവരുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ടാണോ ചെല്ലാനായിട്ട് പോകുന്നത്? വില്ലനോ? വർഷയുടെ ജീവിതത്തിൽ ഞാൻ വില്ലനാണോ അഭി എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ആയിട്ട് വരികയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അവൾ സന്തോഷത്തിലാണ്. വിവേകേട്ടനാണെങ്കിലോ സ്വന്തം അമ്മയെപ്പോലും എതിർത്തിട്ടാണ് ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോൾ പിന്നെ അത് എത്രമാത്രം വലിയൊരു പ്രണയമായിരിക്കും. അതിനിടയ്ക്ക് ശ്രീയും കൂടി കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ശ്രീ അതിലൊരു വില്ലൻ തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവളെ ഒന്ന് കാണണം, സംസാരിക്കണം, എൻ്റെ മനസ്സ് അത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഞാനില്ലേ എന്തിനാ വിഷമിക്കുന്നത്, താനുള്ളത് കൊണ്ടാണ് എനിക്കൊരു ആശ്വാസം എന്ന രീതിയിലൊക്കെ ശ്രീയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ആർച്ചക്കുട്ടിയെ വിദ്യാരംഭത്തിന് ഇരുത്തിയിട്ടുണ്ടോ എന്ന് വർഷയ്ക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ അവളെ എഴുത്തിനിരുത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹരിശ്രീയൊക്കെ എഴുതിക്കുന്നു. വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നെന്താ പരിപാടി, മോൾക്ക് ഹരിശ്രീ എഴുതിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, നമുക്കൊന്ന് പുറത്ത് പോയാലോ? അയ്യോ വിവേക്, ഇന്ന് ഞാൻ വരുന്നില്ല, ഇന്നിപ്പോൾ നല്ലൊരു കാര്യം ഞാൻ തുടങ്ങി വെച്ചല്ലേ മോൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ വന്നാൽ ശരിയാവില്ല, ഇത് തുടങ്ങി വെച്ചോടത്ത് നിർത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ശരി എന്നിട്ട് വിവേക് ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലോ അഭി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വർഷയുടെ അടുത്തേക്ക് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന രീതിയിൽ പറയുന്നു. എന്താ അഭിക്ക് പറയാനുള്ളത്? ഇന്ന് പോയ പോലെയല്ലല്ലോ, നല്ല സന്തോഷത്തിലാണല്ലോ. അത് ഞാൻ പറയാം, എന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലോ ശിവയും അതുപോലെ മല്ലികാക്കിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത്
വലിയാക്ക എന്താണ് വസുന്ധര മേഡത്തിൻ്റെ മനസ്സിലിരിപ്പെന്ന് ശിവപാപ്പാക്ക് അറിയുമെന്ന് ചോദിക്കുന്നു. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അതറിയണം. കാരണം അവർ വ്യക്തമായൊരു പ്ലാനിങ്ങിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, വേറൊന്നുമല്ല. എന്തായാലും ആ ശ്രീനാഥില്ലേ, അതായത് വർഷയുടെ കാമുകനായിട്ടുള്ള ശ്രീനാഥിനെ എന്തായാലും മേഡം തിരഞ്ഞു കണ്ടുപിടിക്കുന്നു പറയാട്ടോ ചെയ്യുന്നത്. തിരഞ്ഞു കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? തീർച്ചയായും അവരെന്തായാലും തിരഞ്ഞു കണ്ടുപിടിക്കാതിരിക്കില്ല. അവരുടെ ബുദ്ധി അതുപോലെ ധനപാല സാറിനും അതുപോലെ വിവേക് സാറിനും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നു. വൃത്തിയോട് പറയരുത്, കടന്നു പോയിക്കോളാനായിട്ട് പറയുന്നു കേട്ടോ. അതൊന്നും ഞാൻ പോകുന്നില്ല. അവരുടെ മനസ്സിൽ ശിവപാപ്പ തന്നെ അവരുടെ മരുമകളായിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതിനു വേണ്ടി തന്നെ അവർ നിൽക്കുമെന്ന് പറയുന്നു. ദേഷ്യപ്പെട്ട് ശിവ പോകുന്നുണ്ട് കേട്ടോ. അഭിയാണെങ്കിലോ വർഷയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് വർഷത്തെ എന്നോടൊരു കാര്യം പറയാനുണ്ട്. കാരണം 6 മാസത്തിനുള്ളിൽ ശ്രീ മടങ്ങി വന്നാൽ വിവേകിനെയാണോ ശ്രീയെയാണോ വർഷ സ്വീകരിക്കാമെന്ന് ചോദിക്കുമ്പോൾ താൻ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും ഇപ്പോൾ ഇവളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശിവ ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ചോദിച്ചത് ശരിയല്ലേ, നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്തയല്ലേ, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വർഷയ്ക്കില്ല. ആരും ശ്രീ എന്തായാലും അടഞ്ഞ അധ്യായമാണ്, അതുകൊണ്ട് തന്നെ വിവേകിനെ തന്നെയാണ് വർഷ സ്വീകരിക്കുകയുള്ളൂ. താൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇത് കേൾക്കുന്ന വർഷ ആകെ വിഷമത്തോടെ അവിടെ ആവുന്നുണ്ട് കേട്ടോ. ശിവയാണെങ്കിലോ എന്ത് പണിയാണ് കാണിച്ചത്, അവൾ നല്ല സന്തോഷത്തിൽ വരികയായിരുന്നു. പിന്നെ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞോളും. ഞാൻ പറഞ്ഞ സത്യമല്ലേ, നമുക്ക് എല്ലാവർക്കും അത് അറിയണ്ടേ? ഒന്നും അറിയണ്ട, ഇനി അങ്ങനത്തെ ചോദ്യമായിട്ട് അവളുടെ മുന്നിൽ പോകണ്ടെന്ന് ശിവ വാശി പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ശിവയും അഞ്ചും കൂടി എന്തായാലും ഭക്ഷണമൊക്കെ എടുക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് തന്നെ വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വർഷ എന്തായാലും നല്ല സങ്കടത്തിലാണ്. അബി എന്തോ അവളോട് കാര്യമായിട്ട് പറഞ്ഞു, വേറെ ഒന്നല്ല, സ്ത്രീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതോടുകൂടി അവൾ ആകെ ഡെസ്പായി. ഈ വർഷയ്ക്ക് അബിക്ക് എന്തിൻ്റെ കേടാണ്, വെറുതെ ഇരുന്നാൽ പോലെ, അവൾ കുറച്ച് ദിവസമായിട്ട് ഒരു അസുഖം തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വർഷയും അബിയും വിളിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. താൻ ഇങ്ങ് വന്നേന്ന് പറയുന്നു. താൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അബി ചോദിച്ച് സത്യമല്ലേ? അവൾ ചോദിച്ചത് എന്താ, ശ്രീ വന്നു കഴിഞ്ഞാൽ ശ്രീയാണോ അതുപോലെ വിവേകേട്ടനെയാണോ ഞാൻ സ്വീകരിക്കുക എന്നുള്ളതല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിലൊരു സംശയമുള്ളതല്ലേ? അതൊക്കെ വിട്ടേക്ക്, താനിങ്ങ് വന്നേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? ഇപ്പോൾ വിവേകിനെ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ അവളെ വിളിച്ചു, അവളേതോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും അവളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മറ്റേ ആരെയല്ല വിളിക്കുന്നത്, ശ്രീയെ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിൽക്കണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു സ്ഥലം നോക്കണം, വേറൊരു ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ശ്രീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വക്കീൽ പറഞ്ഞ പോലെ ഒരു മാറ്റം എനിക്ക് അത്യാവശ്യമാണ്, വേറൊരു ജോലി നോക്കണം എന്ന് മാത്രമല്ല ഈ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ, ഈ കൊച്ചിയിൽ നിന്ന് തന്നെ പോട്ടെ എന്ന് പറയുന്നു. ശ്രീ എന്തിനാ അതിങ്ങനെ ചിന്തിക്കുന്നത്? ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? അത് പോകണം. ഞാനിവിടെ വന്നിട്ടുള്ളത് വർഷയ്ക്ക് വേണ്ടിയാണ്. അവൾ എന്നെ കൈവിട്ട് പോയതോടുകൂടി ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എനിക്കിവിടെ തിരിച്ചു പോകണമെന്ന രീതിയിൽ തന്നെയാണ് ശ്രീ പറയുന്നത്. അപ്പോൾ വർഷയ്ക്കാകെ നമ്മുടെ വബിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. ശ്രീ ഇവിടുന്ന് പോയാൽ ശ്രീയെ കാണാൻ പോലും പിന്നെ പറ്റില്ല. അപ്പോൾ ഇതിന് എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.